അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹൗക്കല ദിക്റിന്റെ ശ്രേഷ്ഠത നമുക്കറിയാം. ഒരു രാത്രി ചൊല്ലിയിട്ട് 4000 ആടുകളും 100 ഒട്ടകവും ലഭിച്ച സ്വഹാബിയുടെ ചരിത്രം നമുക്കറിയാം. ഇൻഷാ അല്ലാഹ് പറയാം. നമ്മുടെ ബാധ്യതകൾ, കടങ്ങൾ, പ്രയാസങ്ങൾ, ലോണുകൾ എല്ലാം നമ്മിൽ നിന്ന് വീടിക്കിട്ടാനുള്ള വഴികൾ നമുക്ക് തുറന്നു കിട്ടുന്ന, രോഗങ്ങൾക്ക് ശമനം ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദിക്റാണ് ഹൗക്കല എന്ന് പറയുന്ന ദിക്ർ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചു തന്ന ദിക്റാണ് ഹൗക്കല ദിക്ർ. ഏതാണ് ആ ദിക്ർ? ആ ദിക്ർ ചൊല്ലിയാലുള്ളതായിരിക്കുന്ന മഹത്തായ 7 നേട്ടങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നതാണ് ഹൗക്കല എന്ന് പറയുന്ന ദിക്ർ. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളും ബാധ്യതകളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാം മാറിക്കിട്ടുന്ന അത്ഭുതം നിറഞ്ഞ ദിക്റാണ് ഹൗക്കല ദിക്ർ എന്ന് പറയുന്ന ദിക്ർ. അതിൻ്റെ ഒന്നാമത്തെ നേട്ടം തന്നെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ ദിക്ർ പതിവാക്കുന്നവർക്ക് 70 പരം പ്രയാസങ്ങളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന് അവനിക്ക് മോചനം ലഭിക്കും. ഒരുപാട് പ്രയാസങ്ങൾ നമുക്കറിയാം. നമ്മുടെ ശാരീരികമായിരിക്കുന്ന പ്രയാസങ്ങൾ, മാനസികമായിരിക്കുന്ന പ്രയാസങ്ങൾ, സാമ്പത്തികമായിരിക്കുന്ന പ്രയാസങ്ങൾ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, കഷ്ടതകളിൽ നിന്നും 70 പ്രയാസങ്ങൾ. നമ്മുടെ പ്രയാസങ്ങൾ എണ്ണിയാൽ ഓരോരുത്തർക്കും എത്ര പ്രയാസങ്ങൾ പറയാനുണ്ടാകും. അതുപോലെ 70ഓളം വരുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരമാണ് ഹൗക്കലത്ത് ദിക്ർ. അപ്പൊ ജീവിതത്തിൽ നാം ചൊല്ലാൻ വേണ്ടി, നിത്യവും ചൊല്ലാൻ വേണ്ടി നാം ശ്രമിക്കണം. അല്ലാഹു തആല നിലനിർത്താൻ എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ നേട്ടം പറയാം. 99 രോഗങ്ങൾക്ക് ശമനമാണ് ഹൗക്കലത്ത് ദിക്ർ പതിവാക്കുന്നവർക്ക്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കാണാം. അപ്പൊ 99 രോഗങ്ങൾക്ക് പരിഹാരമാണ് ഹൗക്കലത്ത് ദിക്ർ. അതിൽ ഏറ്റവും ചെറിയത് ടെൻഷനാണ്. നമ്മുടെ രോഗങ്ങൾ നാം ഒന്ന് എണ്ണി നോക്കിയാൽ എത്ര രോഗങ്ങൾ നമുക്ക് പറയാൻ കഴിയും ഓരോരുത്തർക്കും. അതുപോലത്തെ 99 രോഗങ്ങൾ. അപ്പൊ എത്ര വലിയ മാരകമായിരിക്കുന്ന രോഗമാണെങ്കിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നുള്ള ദിക്ർ, ആ ഹൗക്കലത്ത് ദിക്റിനെ നാം പതിവാക്കുകയാണെങ്കിൽ നമുക്ക് 99 രോഗങ്ങൾക്ക് ശമനം ലഭിക്കും. അല്ലാഹു തആല നിലനിർത്താൻ തൗഫീക്ക് നൽകട്ടെ. മൂന്നാമത്തെ നേട്ടം പറയാം. അല്ലാഹു തആല നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാൻ നല്ല വീട് നമുക്ക് തന്നു, വാഹനം നമുക്ക് തന്നു, സമ്പത്ത് തന്നു, ഇങ്ങനെ നമുക്ക് നല്ല ജോലി തന്നു, ബിസിനസ് തന്നു. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ പലർക്കും കിട്ടിയിട്ടുണ്ടാകും. ആ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ പതിവാക്കുന്നതിലൂടെ അവനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാൻ അത് കാരണമായി തീരും. നാലാമത്തെ നേട്ടമെന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ ഈ ദിക്ർ കാരണമാണ്. അഞ്ചാമത്തെ നേട്ടം പറയുന്നത് നാം ഓരോരുത്തരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ, സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം.
ഈ ദിക്റിനെ നാം മറക്കാതെ ചൊല്ലണം. ഈ ദിക്ർ ചൊല്ലിയാലുള്ള നേട്ടം എന്താണ്? വീട്ടിൽ നിന്ന് നാം പുറത്തിറങ്ങി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത് വരെ ഒരു അപകടങ്ങളും നമുക്ക് സംഭവിക്കുകയില്ല. എല്ലാ അപകടങ്ങളും തൊട്ടും അല്ലാഹു തആല നമ്മെ കാക്കുമെന്നാണ്. ഇന്ന് നമുക്കറിയാം അപകട മരണങ്ങൾ ധാരാളമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത് തന്നെ പ്രിയപ്പെട്ട 2 മുത്തഅല്ലിമീങ്ങൾ അപകടത്തിൽ മരണപ്പെട്ടത് നാം കേട്ടവരാണ്. അല്ലാഹു തആല അവർക്ക് സ്വർഗം നൽകുമാറാകട്ടെ. അവരുടെ കൂട്ടത്തിൽ അപകടത്തിൽപ്പെട്ട് രോഗികളായി കഴിയുന്ന 3 പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളുണ്ട്. അവർക്ക് അല്ലാഹു തആല ആജിലായ മർളിയായ ശിഫ നൽകുമാറാകട്ടെ. 6ാമത്തെ നേട്ടം എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധികളെയും അവനിക്ക് തരണം ചെയ്യാൻ കഴിയും. എത്ര വലിയ പ്രതിസന്ധികൾ അവനിലേക്ക് വന്നാലും ആ പ്രതിസന്ധികളെയൊക്കെ മറികടക്കാനുള്ള മരുന്ന് ഈ ദിക്ർ പതിവാക്കുന്നതിലൂടെ അവനിൽ ഉണ്ടാകും. എല്ലാ പ്രതിസന്ധികളെയും അവനിക്ക് തരണം ചെയ്യാൻ കഴിയും. 8ാമത്തെ നേട്ടം മഹാന്മാര് പഠിപ്പിക്കുന്നു, ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള കഴിവ് അവനിക്ക് അല്ലാഹു തആല നൽകും ഈ ദിക്ർ പതിവാക്കുന്നതിലൂടെ. തുടക്കത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളിൽപ്പെട്ട ഒരു സ്വഹാബിക്ക് 4000 ആടുകളും 100 ഒട്ടകവും കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി അതാ ഒരു ദിവസം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഓടി വരുന്നു. വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു, മഗ്‌രിബിന്റെ സമയത്താണ് വരുന്നത്, അള്ളാഹുവിന്റെ റസൂലെ, എന്റെ മകൻ നാഫിഇനെ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ ഭാര്യ വളരെ സങ്കടത്തിലാണ് നബിയെ, ഞങ്ങൾക്ക് ആ മകനെ ഉള്ളൂ എന്ന് മുത്തുനബിയോട് സങ്കടം വന്ന് പറഞ്ഞപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് നിങ്ങളുടെ ഭാര്യയെയും കൂട്ടിയിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം എന്ന് പറയുന്ന ഈ ദിക്റിനെ നിങ്ങൾ ചൊല്ലിക്കോളൂ എന്നാ മുത്തുനബി പറഞ്ഞത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കേട്ട് ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു അൻഹു തിരിച്ചു വീട്ടിലേക്ക് വന്നിട്ട് തന്റെ ഭാര്യയെയും കൂട്ടിയിട്ട് ഈ ദിക്ർ അങ്ങ് ചൊല്ലുകയാണ്. ഈ ദിക്ർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം, ഈ ദിക്ർ ഇങ്ങനെ രാത്രി രണ്ടുപേരും ഉറക്കമൊഴിച്ച് ചൊല്ലുകയാണ്. അങ്ങനെ നേരം പുലരാറായി. സുബ്ഹിയുടെ മുമ്പ് അതാ വീടിനരികിൽ എത്തുമ്പോ വീടിനരികിൽ വന്നിട്ട് വാതിലിന് മുട്ടുന്നു. തുറന്നു നോക്കുമ്പോൾ പുന്നാര മകനായിരിക്കുന്ന നാഫിഅ ആണ്. നാഫിഅ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപാടെ കുടുംബത്തിനൊക്കെ സന്തോഷമായി. പക്ഷെ മുറ്റത്തേക്ക് നോക്കുമ്പോ അതാ മുറ്റം നിറയെ ആടുകൾ, കൂടാതെ ഒട്ടകങ്ങളും. നാഫിഅ റളിയല്ലാഹു അൻഹുവിനോട് പ്രിയപ്പെട്ട ഉപ്പ ചോദിക്കുന്നു, മോനെ എന്താണിത് എന്ന് ചോദിക്കുമ്പോ നാഫിഅ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നലെ ഈ രാത്രി ഞാൻ ശത്രുക്കളുടെ കൂടെ അവരെന്നെ തടവറയിൽ വെച്ചിരിക്കുകയായിരുന്നല്ലോ. ആ രാത്രി ഇരുട്ടിയ സമയത്ത് ഞാൻ നോക്കുമ്പോ ശത്രുക്കൾ എല്ലാവരും മദ്യപിച്ച് ഒരു അബോധാവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി മദീനയിലേക്ക് നടക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം നടന്നപ്പോ ഞാൻ തിരിച്ച് ശത്രുക്കളിലേക്ക് തന്നെ എത്തിയിട്ട് അവിടെ നിന്ന് അവരുടെ അടുത്തുണ്ടായിരുന്ന ഈ ഗനീമത്ത് സ്വത്ത് 4000 ആടുകളും 100 ഒട്ടകവുമായിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നതാണ് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ ഇത് നമുക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നറിയില്ല, മുത്തുനബിയോട് ചോദിച്ചിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് സുബ്ഹിക്ക് മുത്തുനബിയോട് അടുത്ത് ജമാഅത്തിന് വേണ്ടി എത്തുകയാണ് ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു അൻഹു. എന്നിട്ട് മുത്തുനബിയോട് ഈ സംഭവം പറയുമ്പോൾ മുത്തുനബി പറഞ്ഞു, അത് ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുത്ത ഗനീമത്ത് സ്വത്താണ്, അത് മുസ്ലിമീങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു കൊടുത്തെങ്കിൽ അവിടെ തുണയായത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം എന്ന് പറയുന്ന ഈ ദിക്റിന്റെ മഹത്വമാണ് ശത്രുക്കളിൽ നിന്ന് വരെ രക്ഷപ്പെടാൻ കാരണമായത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദിക്റിനെ നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കുകയും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കൊണ്ടും ഭാര്യയെ കൊണ്ടും പ്രിയപ്പെട്ട വീട്ടിലുള്ള മറ്റു അംഗങ്ങളെ കൊണ്ടൊക്കെ ചൊല്ലിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും തയ്യാറാവണം.
ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുകയും അവരോടൊക്കെ ചൊല്ലാൻ വേണ്ടി പറയുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുആ വസിയത്തും കമന്റായി രേഖപ്പെടുത്തുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.